തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്ലസ് മാക്സ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ വിദേശ മദ്യ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10 സ്ഥലങ്ങളിൽ CBI റെയ്ഡ് നടത്തുന്നു. തിരുവനന്തപുരം, സേലം, തൃശ്ശിനാപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റെയ്ഡ്. കസ്റ്റംസ് സൂപ്രണ്ടിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. VS അനു ചേരുന്നു. അനു, ഈ റെയ്ഡിന് ആസ്പദമായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം റെയ്ഡിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. രഞ്ജിത്ത്, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2017 സെപ്റ്റംബർ മുതൽ ഈ യാത്രക്കാരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശ മദ്യം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കേസ്. ഇത് സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി ഒരു ഉത്തരവ് നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായ പ്ലസ് മാക്സ് ഏതാണ്ട് 1300ഓളം പാസ്പോർട്ട് യാത്രക്കാരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശ മദ്യം കച്ചവടം നടത്തി എന്നുള്ളതാണ് കേസ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. ആ സമയത്ത് വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറന്നു കൊടുക്കണമെന്നും കസ്റ്റംസ് കമ്മീഷണർ മേൽനോട്ടത്തിൽ കച്ചവടം നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ കസ്റ്റംസും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി സമീപിച്ചിരുന്നു. ഈ അവസരത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റംസ് സൂപ്രണ്ട് അടക്കമുള്ളവരുടെ വീടുകളിൽ ഇപ്പോൾ CBI റെയ്ഡ് നടത്തുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 10 ഇടങ്ങളിൽ ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുകയാണ്. രേഖകൾ സംബന്ധിച്ച് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും CBIയുടെ റെയ്ഡ് തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശരി അനു.